Hi all, welcome back to Career Vein Updates. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സാധ്യതയുള്ള കോഴ്സുകളായിട്ടുള്ള LBSൻ്റെ BSc നഴ്സിംഗ് അതേപോലെ തന്നെ വിവിധ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളോട്ട് LBS കേരള അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ BSc നഴ്സിംഗ് അതോടൊപ്പം തന്നെ ഏതൊക്കെയാണ് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും, ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശദമായി പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മികച്ച സാധ്യതകളുള്ള കോഴ്സുകളാണ്. അതായത് BSc നഴ്സിംഗ് അതേപോലെ തന്നെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ. അതായത് സ്വാഭാവികമായിട്ടും LBSൻ്റെ ഭാഗത്തു നിന്ന് പാരാമെഡിക്കൽ കോഴ്സ്, അതായത് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിഗ്രിക്ക് തുല്യതയുള്ള വിവിധ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളും കൂടാതെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുമാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യം കൃത്യമായിട്ട് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ +2 കഴിഞ്ഞ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷ പെട്ടെന്ന് തന്നെ കൊടുത്ത് വിദ്യാർത്ഥികളെ ഒരിക്കലും മിസ്റ്റേക്ക് വരുത്തരുത്. അതുകൊണ്ട് കൃത്യമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത്, നിലവിൽ അപേക്ഷ ജൂൺ 4-ാം തീയതി വരെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ 4-ാം തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം അപേക്ഷ കൊടുത്താൽ മതി. അതേപോലെ തന്നെ LBSൻ്റെ BSc നഴ്സിംഗ് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ മറ്റുള്ള അപേക്ഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. അതായത് ആദ്യം ജസ്റ്റ് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ജസ്റ്റ് അക്കാഡമിക് ഡീറ്റെയിൽസ് മാത്രം ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം കോളേജ്, അതായത് കോഴ്സ് ഓപ്ഷൻസ് കൊടുക്കുന്ന രീതിയാണ്. പിന്നീട് അലോട്ട്മെൻറ്റ് ബേസിസ്, ഇങ്ങനെയുള്ള പ്രൊസീജിയറാണ് LBSൻ്റെ BSc നഴ്സിംഗ് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നുള്ള ഓരോ കാര്യം നോക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പ്രോസ്പെക്ട്സ് അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് പ്രോസ്പെക്ട്സ് ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തേത് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് വെക്കുക. LBScenter.in എന്നുള്ള വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈ ഒരു ലിങ്ക്, ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പേജിലെത്തി കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ട്സിൽ തന്നെ A to Z കാര്യങ്ങൾ എല്ലാ കാര്യം വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ട്സിൽ ഓരോ കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം. അതിനുശേഷം ആപ്ലിക്കേഷൻ, അത് ഓൺലൈൻ ആപ്ലിക്കേഷൻ പേജിലോട്ട് പോകാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊക്കെയാണ് കോഴ്സുകൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, 15 കോഴ്സുകളാണ് നിലവിൽ LBSൻ്റെ ഭാഗത്തുനിന്ന് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സിലോട്ട് വിളിച്ചിട്ടുള്ളത്. BSc നഴ്സിംഗ് ഉൾപ്പെടെ 15 കോഴ്സുകളാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും പ്രത്യേകിച്ച് സയൻസ് മേഖലയിൽ, അതായത് മെഡിക്കൽ ഫീൽഡിൽ വളരെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഒരുപാട് കരിയർ സാധ്യതകളുള്ള, പ്രത്യേകിച്ച് പറയാനുള്ളത് കേരളത്തിൽ മാത്രമല്ല വിവിധ GCC കാൻഡർ പോലുള്ള പല മേഖലകളും പോവുകയാണെങ്കിലും ഈ ഹോസ്പിറ്റൽ മേഖലയിലൊക്കെ ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള മേഖലയാണ് ഈ പറയുന്ന പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ. അതിൽ നമ്പർ 1 നമുക്ക് BSc നഴ്സിംഗ് തന്നെ പറയാം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, BSc MLT, അതേപോലെ BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BPT അതായത് ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി, അതിൽ BASLP ബാച്ചലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ്, അതേപോലെ BCVT ബാച്ചലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി, അതേപോലെ BSc DT അതായത് ഡയാലിസിസ് ടെക്നോളജി, അതേപോലെ BOT ബാച്ചലർ ഓഫ് ഓക്കുപേഷണൽ തെറാപ്പി, ബാച്ചലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി, ബാച്ചലർ ഓഫ് ന്യൂറോ ടെക്നോളജി, ബാച്ചലർ ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ, ബാച്ചലർ ഓഫ് സയൻസ് മെഡിക്കൽ ബയോകെമിസ്ട്രി, ബാച്ചലർ ഓഫ് പ്രോസ്റ്ററ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ്. അപ്പോൾ ഓരോ കോഴ്സും വളരെയധികം BSc നഴ്സിംഗിൻ്റെ അതേ രീതിയിൽ മികച്ച തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളാണ് ഓരോ ഈ പറയുന്ന 15 കോഴ്സുകളും. അതുകൊണ്ട് തന്നെ ഇനി അഥവാ ഇതിൽ LBSൻ്റെ ഭാഗത്ത് നിന്ന് വേറെ ഏതെങ്കിലും കോഴ്സ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഉടൻ തന്നെ LBSൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 15 കോഴ്സും ഒന്നിനൊന്ന് മികച്ചതാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഏത് കോഴ്സാണ്, നഴ്സിംഗ് ആണെങ്കിൽ നഴ്സിംഗിനും ഒരുപാട് സാധ്യതകളാണ്. ജസ്റ്റ് കേരളം മാത്രം ആശ്രയിക്കാത്ത മറ്റു പല രാജ്യങ്ങളിലും സാധ്യതയുള്ള കോഴ്സാണ് BSc നഴ്സിംഗ്. അതേപോലെ ഓരോ ഹോസ്പിറ്റലിലും ഇവിടെ ഔട്ട്സൈഡ് ആണെങ്കിലും നമ്മുടെ രാജ്യത്താണെങ്കിലും നമ്മുടെ കേരളത്തിലാണെങ്കിലും മികച്ച സാധ്യതയുള്ള ഈ പറയുന്ന പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളാണ് ഈ 15 കോഴ്സുകളും. അപ്പോൾ ഏതിലാണ് കൂടുതൽ താല്പര്യമെന്ന് നോക്കിയിട്ട് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ നോക്കുക. പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് ആയതുകൊണ്ട് തന്നെ BSc നഴ്സിംഗ് 4 വർഷം, BSc MLT 4 വർഷം, BSc പെർഫ്യൂഷൻ ടെക്നോളജി 3, അതായത് 3-4 വർഷമാണ്. ചില കോഴ്സുകൾ 4 വർഷം, ചില കോഴ്സുകൾ 3 വർഷമാണ്. ഓക്കെ, അതേപോലെ ചില കോഴ്സുകൾക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്. അതായത് BSc നഴ്സിംഗ് 1 ഇയർ, അതേപോലെ BSc പെർഫ്യൂഷൻ ടെക്നോളജി 1 ഇയർ, അതേപോലെ ചിലത് 6 മാസം, അതേപോലെ ചിലത് 1 വർഷം. ഈ രീതിയിൽ ഇതിൻ്റെ ഇന്റേൺഷിപ്പ് കൂടി വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ട്സിൽ തന്നെ ബാക്കിയുള്ള എല്ലാ സംഭരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം എല്ലാ
എല്ലാ കാര്യം വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. അതായത് BSc നഴ്സിംഗ് അത് 3 കാറ്റഗറി ആയിട്ടാണ് ഈ 15 കോഴ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഒന്ന് BSc നഴ്സിംഗ്, അത് BSc MLT, BSc ഒപ്റ്റോമെട്രി, BSc പെർഫ്യൂഷൻ ടെക്നോളജി ഉൾപ്പെടെയുള്ള ഒരു കോഴ്സുകൾ ഒരു കാറ്റഗറി. കാറ്റഗറി 2ൽ BA SLP കോഴ്സസ്, അതേപോലെ കാറ്റഗറി 3ൽ ബാച്ചലർ ഓഫ് പ്രോസ്റ്ററ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ്. ഈ 3 കാറ്റഗറി ആയിട്ടാണ്. അപ്പോൾ ഇതിൽ BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള ഈ പ്രധാനപ്പെട്ട കോഴ്സുകൾക്ക് 50% മാർക്കോടുകൂടെ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൽ 50% മാർക്കോട് പാസ്സായിരിക്കണം. അത് +2 സയൻസുകാർക്കാണ് ഈ പറയുന്ന എല്ലാ കോഴ്സുകളും അപേക്ഷ കൊടുക്കാൻ സാധിക്കാം. ഇനി BA SLP കോഴ്സുകളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി ഓർ മാത്തമാറ്റിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ സ്റ്റഡി, ഇത്തരത്തിലുള്ള ഓപ്ഷൻ മാറ്റമുണ്ട്. ഇനി അതേപോലെ മൂന്നാമത്തെ BPUയിലാണെങ്കിൽ ഇതേ രീതിയിൽ 50% മാർക്സ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമാറ്റിക്സ് ഇൻ ഇംഗ്ലീഷ്, ഈ പറയുന്ന സബ്ജക്റ്റുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും സയൻസ് വിഭാഗത്തിൽ ഒരു ബയോളജി സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ എല്ലാ കോഴ്സുകളും ഈ പറയുന്ന നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ ഇനി എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും, അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപേക്ഷ ഫീസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 800 രൂപയും SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ 400 രൂപയാണ് ഈ അപേക്ഷ ഫീസായിട്ട്, ഇത് ഓൺലൈനായിട്ട് അപേക്ഷ ഫീസായിട്ട് കൊടുക്കേണ്ടത്. ഇനി അപേക്ഷയുടെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. നമ്മൾ അപേക്ഷ പേജിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, അതായത് അപേക്ഷ പോകുന്നതിന് മുമ്പ് നിങ്ങൾ പ്രധാനപ്പെട്ട ചില സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സെറ്റാക്കി വെക്കണം. ആ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയും വേണം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം രജിസ്ട്രേഷനാണ്. അപ്പോൾ നമ്മൾ ആ രജിസ്ട്രേഷൻ പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പറും ഒരു പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഓരോ പേജിലും, അത് ഒന്നാമത്തെ സ്റ്റെപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ കാണിച്ചതും അത് നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നീട് അടുത്ത സ്റ്റേജിൽ പിന്നീടാണ് ചെയ്യുന്നതെങ്കിലും അവിടുന്ന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഓരോ പേജിൽ നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ നിങ്ങൾ കൃത്യമായിട്ട് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒന്നാമത് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് അതേപോലെ നിങ്ങൾ അക്കാഡമിക് ഡീറ്റെയിൽസ് മാത്രമേ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമത് നിങ്ങളുടെ ഫീ പേയ്മെൻ്റ് ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ 800 രൂപ, അതേപോലെ SC/ST വിഭാഗമാണെങ്കിൽ ഈ രീതിയിലുള്ള ഫീസ് 400 രൂപ നിങ്ങൾ ജസ്റ്റ് പേയ്മെൻറ്റ് നടത്തുക. ആ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ പേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് UPI മെത്തേഡ് വഴി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പേയ്മെൻറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി പേയ്മെൻറ്റ് സ്വാഭാവികമായും ഇനി ചലാൻ വഴി എടുക്കുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ എൻട്രിയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ എൻട്രിയിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഫോട്ടോയും അതേപോലെ സിഗ്നേച്ചർ, നോർമലായിട്ടുള്ള സൈസ് കുറഞ്ഞിട്ടുള്ള JPG ഫോർമാറ്റുള്ള ഫോട്ടോയും സിഗ്നേച്ചർ, നിങ്ങൾ ഒരുപാട് അപേക്ഷ കൊടുക്കുന്നവരാണ്, ആ രീതിയിലൊരു ഫോട്ടോയും സിഗ്നേച്ചർ നിങ്ങൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കൂടാതെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സുകൾ കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സുകൾ ഞാൻ ജസ്റ്റ് താഴെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻറ്റ് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് PDF നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഈ ഒരു പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ ഈ ഫൈനൽ കൺഫർമേഷൻ പ്രിൻ്റ് ഔട്ടും അതേപോലെ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ എവിടെയും നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് മാത്രം നിങ്ങൾ അയച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടാണ് വിദ്യാർത്ഥി ചെയ്യുന്നത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇത്തരത്തിൽ കൺഫർമേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ വിദ്യാർത്ഥികളുടെ, അതായത് ഒരുപക്ഷെ അപേക്ഷ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ശേഷം എല്ലാ കാര്യം ക്ലിയർ ആയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം നൽകും. ആ രീതിയിൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. ശേഷം വിദ്യാർത്ഥികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന രീതിയിൽ സാധാ അലോട്ട്മെൻറ്റ് രീതികളായിരിക്കും. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിലും നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, BSc നഴ്സിംഗിന് 23,220, BSc MLT 20,860, ഇനി അതർ കോഴ്സ് 22,010 രൂപ. ഈ രീതിയിൽ ഫീസ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓരോ കോളേജും, ഗവൺമെൻറ് കോളേജുകൾ ഏതൊക്കെയാണ്, അവിടെയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, അവിടെ എത്ര സീറ്റുകളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു പേജിൽ പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് 44ാമത്തെ പേജിൽ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒന്നാമത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിസ്റ്റ് ഓഫ് കോളേജ് ഇൻക്ലൂഡ്സ് ലാസ്റ്റ് ഇയർ. അപ്പോൾ ലാസ്റ്റ് ഇയറിലുള്ള അപ്ഡേറ്റ് ചെയ്യപ്പെട്ട എല്ലാ കോളേജും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ BSc നഴ്സിംഗ് ഗവൺമെൻറ് കോളേജസാണ് ഒന്നാമത് കൊടുത്തിട്ട്. അപ്പോൾ ഒന്നാമത് ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് കോളേജ് നഴ്സിംഗ് ആലപ്പുഴ, ഇവിടെ നിങ്ങൾ നോക്കുക മെറിറ്റിൽ 80 സീറ്റ്, മാനേജ്മെൻറ്റ് സീറ്റില്ല. ഫീസ് ഇവിടെ ഓരോ കോളേജിൻ്റെയും ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഓരോ കോഴ്സിൻ്റെയും ഫീസ് കാര്യങ്ങൾ സ്വാശ്രയ കോളേജിനനുസരിച്ച്, ഗവൺമെൻറ് കോളേജ് അല്ലാത്ത സ്വാശ്രയ കോളേജുകളിൽ ഫീസ് കൃത്യമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്, ഏതൊക്കെയാണ് നിങ്ങളുടെ അടുത്തുള്ള കോളേജസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെക്ട്സിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ
കോളേജുകൾ, അതായത് BSc നേഴ്സിംഗ് അതേപോലെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ കേരളത്തിലെ LBSൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് എയ്ഡ് സ്വാശ്രയ കോളേജ് മുഴുവൻ കോളേജിൻ്റെ ലിസ്റ്റും ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം പ്രോസ്പെക്ട്സ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷയിൽ പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കൈവശമുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരിക്കൽ കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റ് നോക്കാം. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിലാണ് ഒന്നാമത്തത്, അതായത് OBC കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്, അതായത് SCBC OBC കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് കൈവശം ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കാം, OBC കാറ്റഗറിയിൽപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തായിരിക്കും. ഒരിക്കലും ജോബ് പർപ്പസിന് വേണ്ടിയിട്ട് എടുത്ത നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് പറ്റില്ല. അതായത് എഡ്യൂക്കേഷൻ പർപ്പസിൽ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ അതായത് ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന്, വില്ലേജ് ഓഫീസിൽ നിന്ന് സർക്കാർ പഠന ആവശ്യങ്ങൾക്കായിട്ട് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് നൽകുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സെറ്റാക്കി വെക്കുക. പിന്നെ അതേപോലെ OEC കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ആ ഒരു പർപ്പസിൽ സർട്ടിഫിക്കറ്റ് സെറ്റ്. അപ്പോൾ ഒന്നാമതായിട്ട് ജസ്റ്റ് ഈ പറയുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. ഇനി രണ്ടാമത് SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് സെറ്റാക്കി വെക്കണം, അതും അപ്ലോഡ് ചെയ്ത് വെക്കണം. ഇനി നോൺ ക്രിമിനൽ പെടാത്ത OEC വിഭാഗക്കാരാണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റാണ് വാങ്ങേണ്ടത്. ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ SC/ST അല്ലെങ്കിൽ OEC വിഭാഗക്കാർ ഒഴികെയുള്ള ജനറൽ കാറ്റഗറി ഉൾപ്പെടെയുള്ള മറ്റു വിഭാഗക്കാർ കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫീസ് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എന്നിവ ലഭിക്കുന്നതിനായി വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ജനറൽ വിഭാഗത്തിൽപ്പെട്ട അതായത് OBC വിഭാഗത്തിൽപ്പെട്ടവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, SC/ST വിഭാഗത്തിൽപ്പെട്ടവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി കൂടാതെ EWS കാറ്റഗറി, അതായത് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പിന്നോക്കക്കാരായിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ളവരാണ് EWS കാറ്റഗറി. അത്തരത്തിൽ EWS കാറ്റഗറി വരുന്നവർ അവിടെ EWS സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും സെറ്റാക്കി വെച്ചിരിക്കണം. കാരണം എന്നിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ അപേക്ഷ കൊടുക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏതെങ്കിലും ഡിസബിലിറ്റി കോട്ടയിലുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത്തരത്തിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. അപ്പോൾ ഇത്തരം സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് OBC-കാർ നോൺ സർട്ടിഫിക്കറ്റ്, SC/ST വിഭാഗക്കാർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇനി അതേപോലെ EWS-കാർ EWS സർട്ടിഫിക്കറ്റ്, പിന്നെ അതോടൊപ്പം തന്നെ ജസ്റ്റ് ഡിസബിലിറ്റി ഉള്ളവർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഇത്രയും സർട്ടിഫിക്കറ്റാണ് നോർമലായിട്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശമുണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ വീണ്ടും ഹോം പേജിലോട്ട് വന്ന് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ 3 ലൈന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഫസ്റ്റ് ലിങ്ക് കാണാൻ സാധിക്കും. ആ രജിസ്ട്രേഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാമതായിട്ട് ജസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ, ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ രജിസ്ട്രേഷനാണ് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്, നെയിം. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ SSLC ബുക്കിൽ അതേ രീതിയിൽ നിങ്ങൾ മുമ്പിൽ SSLC ബുക്ക് അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി എടുത്ത് വെച്ച് അതേ രീതിയിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരുത്താതെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ പറയും സ്വാഭാവികമായിട്ട് നിങ്ങൾ SLC ബുക്കിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള എല്ലാ ഡാറ്റയും നിങ്ങൾ സ്വാഭാവികമായിട്ട് SLC ബുക്കിൽ നിങ്ങളുടെ ജനിച്ച സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ അഡ്രസ്സിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് നിങ്ങൾ SLC ബുക്ക് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഈ കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്തരം സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ജസ്റ്റ് നെയിം നിങ്ങൾ കൃത്യമായി SLC ബുക്കിൽ അതേ രീതിയിൽ ടൈപ്പ് ചെയ്യുന്നു. ഇനി അഡ്രസ്സ് SLC ബുക്കിൽ അതേ രീതിയിൽ ഹൗസ് നെയിം, നിങ്ങൾ സ്ട്രീറ്റ്, പ്ലേസ്, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് തെറ്റി കൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, അതിൽ മൊബൈൽ നമ്പർ. ഇവിടെ ശ്രദ്ധിക്കുക, മൊബൈൽ നമ്പർ നിങ്ങൾ കൈവശം ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. കാരണം അതിലാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ SMS ഒക്കെ വരിക. അതുകൊണ്ട് കൃത്യമായിട്ട് മൊബൈൽ നമ്പർ തെറ്റുകൂടാതെ കൊടുക്കുക. ഇനി ആൾട്ടർനേറ്റ് ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ അതുകൊണ്ട് കൊടുക്കുക. ഇമെയിൽ ID നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ID തന്നെ നിർബന്ധമായി നിങ്ങൾ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ഇമെയിൽ ID തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി കാറ്റഗറി, ഇവിടെയാണ് ഞാൻ നേരത്തെ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജസ്റ്റ് ജനറൽ, അങ്ങനെ 800 രൂപ. SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 400 രൂപ. അത് തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് കാണുന്ന വെരിഫിക്കേഷനും കൂടി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ നിങ്ങൾക്ക് പ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് പ്രൊസീഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേയ്മെൻറ്റ് അടുത്ത സ്റ്റെപ്പിൽ പേയ്മെൻറ്റ് അടക്കുന്നു. ശേഷം നിങ്ങൾ അടുത്ത പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്നു. കാരണം കോളേജോ അല്ലെങ്കിൽ കോഴ്സോ ഓപ്ഷൻസ് ഇപ്പോൾ കൊടുക്കുന്ന സംവിധാനമല്ല, അത് പിന്നീടാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വീണ്ടും ഹോം പേജിൽ വന്ന് ലോഗിൻ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ആപ്ലിക്കേഷൻ നമ്പർ നിർബന്ധമായി ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന സമയത്ത് അവിടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾക്ക് തെറ്റുകൂടാതെ കൊടുക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും
കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത സ്റ്റേജിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാനും അതേപോലെ അലോട്ട്മെൻറ്റ് ഓപ്ഷൻസ് കൊടുക്കാനും ഒക്കെ നിങ്ങൾ ഈ ഒരു ലോഗിൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് വരും, അത് തിരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. വെറുതെ അപേക്ഷ കൊടുത്ത് എല്ലാം കഴിഞ്ഞെന്ന് ഒരിക്കലും കരുതരുത്. കൃത്യമായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ പ്രൊഫൈൽ ഇടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആ പ്രൊഫൈൽ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അപേക്ഷ കൊടുക്കാൻ പോകുന്നവരും ഇനി കൊടുത്ത വിദ്യാർത്ഥികളും കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് അങ്ങോട്ട് അഡ്മിഷൻ കിട്ടുന്നത് വരെ നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് LBSൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും കഴിഞ്ഞ വർഷം നിങ്ങൾ അറിയിച്ചതുപോലെ തന്നെ ഈ വർഷം നിങ്ങൾക്ക് എല്ലാവിധ അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.